നമസ്കാരം. കഴിഞ്ഞ ദിവസം താമരശ്ശേരി ഷഹബാസ് എന്ന് പറയുന്ന ഒരു 15 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവം നമ്മെ വല്ലാതെ വേദനിപ്പിച്ചു. ആ കുട്ടിയുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും കണ്ട് സംസാരിക്കാൻ എനിക്ക് ഇന്നലെ സാധിച്ചു. എന്തുമാത്രം വേദനയാണ് ആ കുടുംബം സഹിക്കുന്നത്. നാമൊക്കെ ആ ദിവസം അവിടെ പോയി ആശ്വസിപ്പിച്ച് തിരിച്ചു വരുന്നതോടുകൂടി നമ്മുടെ ചുമതല ഏതാണ്ട് കഴിഞ്ഞതുപോലെയാണ്. പക്ഷേ ആ കുട്ടിയുടെ മാതാപിതാക്കളാണ് ആ വേദന ഓരോ ദിവസവും ഓരോ നേരത്തെയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ കുട്ടിയെ ഓർത്തുകൊണ്ട് വേദനിക്കുന്നത് ആ കുടുംബത്തിലെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളുമാണ്. ആ വേദനയിൽ നിന്ന് മുക്തരാവാൻ ആ കുടുംബത്തിന് സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഞാൻ ഇന്ന് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഈ പ്രധാനപ്പെട്ട പാരലൽ കോളേജുകൾ, അതായത് ട്യൂഷൻ സെൻറ്ററുകൾ, ഈ ട്യൂഷൻ സെൻറ്ററുകളൊക്കെ ഒരു കാലത്ത് തൊഴിലില്ലാത്ത ആളുകൾക്ക് ഒരു അഭയകേന്ദ്രമായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്നത്. താമരശ്ശേരിയിൽ ഈ വിവാദമുണ്ടായ ട്യൂഷൻ സെൻറ്റർ ഉയർന്ന ജോലികളിൽ ജീവിക്കുന്ന, ഉയർന്ന സാമ്പത്തിക അവസ്ഥയുള്ള, ഉന്നത ജോലികളിലുള്ള ആളുകൾ അവർ സ്പോൺസർ ചെയ്യുന്ന അവരുടെ ബിനാമി ഉടമസ്ഥതയിലുള്ള ട്യൂഷൻ സെൻറ്ററാണ് താമരശ്ശേരിയിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ട്യൂഷൻ സെൻറ്ററിൽ ഓരോ മാസവും ഇടവിട്ട് ഇത്തരം വലിയ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും വിവിധ പാർട്ടികൾ സംഘടിപ്പിക്കുകയും കുട്ടികൾക്ക് റീലെടുക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ സഹായിക്കുന്ന രൂപത്തിലുള്ള വിവിധ പ്രോഗ്രാമുകൾ ഇത്തരം ട്യൂഷൻ സെൻറ്ററുകൾ, ഇതൊന്നു മാത്രമല്ല, വിവിധ ട്യൂഷൻ സെൻറ്ററുകൾ കുട്ടികൾക്ക് ആർമാദിക്കാൻ, അടുത്ത വർഷം കൂടുതൽ കുട്ടികളെ ആകർഷിക്കണമെങ്കിൽ അവർക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള പ്രചരണമാണ് വേണ്ടത്, യൂട്യൂബിലൂടെയുള്ള പ്രചരണമാണ് വേണ്ടത്. അതിന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ എങ്ങനെ സന്തോഷിപ്പിക്കാം, കൂടുതൽ കർശനമായ നിലപാടെടുത്തുകൊണ്ട് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ നിന്ന് മാറിക്കൊണ്ട് കുട്ടി കൂടുതൽ സന്തോഷവാനായി പുറത്തു പോകാൻ ആവശ്യമായ പരിപാടികൾ ഒപ്പിക്കുന്നതിലാണ് ട്യൂഷൻ സെൻറ്ററുകൾ മത്സരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സെൻഡ് ഓഫ് പാർട്ടിയിൽ ഒരിക്കലും പാടില്ലാത്ത ഒരു SSLCക്ക് പഠിക്കുന്ന ഒരു ട്യൂഷൻ സെൻറ്ററിൽ എന്തിനാണ് സെൻഡ് ഓഫ് പ്രോഗ്രാം ഏതാണ്ട് 5000 രൂപ വാടക കൊടുക്കേണ്ട ഹാളിൽ വെച്ചുകൊണ്ട് വലിയ തുക ചെലവഴിച്ചുകൊണ്ടാണ് ഈ സെൻഡ് ഓഫ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഇതിന് ഈ സെൻഡ് ഓഫ് പ്രോഗ്രാമിന് എന്തിനാണ് DJ പാർട്ടി സംഘടിപ്പിച്ചത്? വലിയ DJ പാർട്ടിയാണ് അവിടെ സംഘടിപ്പിച്ചത്, വലിയ തുക ചെലവഴിച്ചുകൊണ്ട്. അതിൽ കുട്ടികൾ വലിയ രൂപത്തിൽ ഡാൻസും പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന ട്യൂഷൻ സെൻറ്ററുകൾ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. ഒരു ഭാഗത്ത് വലിയ ട്യൂഷൻ സെൻറ്ററുകൾ കുട്ടികളെ കൊണ്ട് ചാറ്റ് ചെയ്യിക്കാനും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യിക്കാനും ഷെയർ ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ട് കുട്ടികളെ അതിൻ്റെ അഡിക്റ്റാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. മറുഭാഗത്ത് ഇത്തരം ട്യൂഷൻ സെൻറ്ററുകൾ കുട്ടികളെ ഈ രൂപത്തിൽ വലിയ റീൽ ഉണ്ടാക്കാനും അതേപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പ്രചരണത്തിനും വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവർക്ക് ടൂർ ഉണ്ടാവും, അവർക്ക് ഇത്തരത്തിലുള്ള കലാപരിപാടികളുണ്ടാവും. അങ്ങനെ ഈ രൂപത്തിൽ കുട്ടികളെ ഏത് രൂപത്തിൽ നിയന്ത്രിക്കണമോ അതൊന്നും നിയന്ത്രിക്കാതെ അടുത്ത വർഷം കൂടുതൽ കുട്ടികൾ വരുന്നത് ഇത്തരം ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലുമൊക്കെ തന്നെ റീച്ച് കിട്ടുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്ന ട്യൂഷൻ സെൻറ്ററുകളിലേക്കാണ് കുട്ടികൾ വരുന്നത് എന്നുള്ളത് കൊണ്ട് ഈ കുട്ടികളൊക്കെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് തള്ളിക്കയറുകയാണ്. കിലോമീറ്ററുകളോളം സഞ്ചരിച്ചുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കുട്ടികൾ വരുന്നത് അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസത്തിനല്ല, അവർക്ക് കൂടുതൽ ഇൻസ്റ്റാഗ്രാം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന, അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന, കുട്ടിയും അധ്യാപകൻ കുട്ടിയുമാകുന്ന രൂപത്തിൽ കുട്ടിക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുള്ള സ്ഥാപനങ്ങളെയാണ് കുട്ടികൾ ഇപ്പോൾ ആശ്രയിക്കുന്നത്. രക്ഷിതാക്കളാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നല്ല അച്ചടക്കമുള്ള, ഇത്തരത്തിലുള്ള നിയന്ത്രണമുള്ള, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ട്യൂഷൻ സെൻറ്ററുകളിലേക്കാണ് കുട്ടികളെ വിടേണ്ടത്. അതോടൊപ്പം ഇന്ന് എയ്ഡഡ് സ്കൂളുകളിലെയും അതേപോലെ തന്നെ സർക്കാർ സ്കൂളുകളിലെയും ധാരാളം അധ്യാപകർ ഇത്തരം ട്യൂഷൻ സെൻറ്ററുകളിൽ അധ്യാപകരായി പ്രവർത്തിക്കുന്നു. സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കാതെ കുട്ടികൾക്ക് ട്യൂഷൻ സെൻറ്ററുകളിൽ പോയി വിദ്യാഭ്യാസം കൊടുക്കുന്ന അധ്യാപകരെയും നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറാവണം. കർശനമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവണം. ബിനാമി പേരുകളിൽ ട്യൂഷൻ സെൻറ്ററുകൾ നടത്തുന്ന സർക്കാർ ജീവനക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കേസിലെ കുറ്റവാളികളായ ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഈ ഷഹബാസ് ജീവൻ പോയി, അവന് പരീക്ഷ എഴുതാൻ സാധിക്കാതെ എളേറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബ്ലാക്ക് ബോർഡിൽ അവൻ്റെ നമ്പർ എഴുതി വെച്ചിരിക്കുകയാണ്. കുട്ടി പരീക്ഷ എഴുതുന്നില്ല. പക്ഷേ ആ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായ കുട്ടികൾ, പ്രതികളായ കുട്ടികൾ നാളെ പരീക്ഷ എഴുതുകയാണ്. ആ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ എന്താണ് സമൂഹത്തിന് ഒരു വലിയ സന്ദേശം പോകുന്നത്? ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പരസ്യമായി വെല്ലുവിളി നടത്തുന്ന കുട്ടികൾ നാളെ പരീക്ഷ കൂടി എഴുതുമ്പോൾ സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശം തന്നെയാണ് കൊടുക്കുന്നത്. ഇനിയും അക്രമം ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് 4, 5, 10 ദിവസം സംരക്ഷണ കേന്ദ്രത്തിൽ സുഖമായി വാഴുകയും അതേപോലെ തന്നെ SSLC പരീക്ഷ എഴുതുകയും തുടർ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാവാതിരിക്കുകയും ചെയ്യുമ്പോൾ നാളത്തെ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് കൂടെ എല്ലാവരും ചിന്തിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.